അങ്ങനെ തൻ്റെ പിതാവിനെ വാക്പോരിൽ തോൽപ്പിച്ച ആ സദസ്സിന് മുമ്പിലേക്ക് അഷ്ടവക്രൻ വന്നു. അവിടെയുണ്ടായിരുന്ന ദ്വാരപാലകൻ പറഞ്ഞു, ബാലനായ നീ വൃദ്ധനായി നടിച്ചു പറയുന്നത് ശരിയാണോ? വൃദ്ധന്മാരുടെ വാക്ക് കേട്ട് ബാലന്മാർക്ക് ജ്ഞാനമുണ്ടാകുന്നു. കാലം ചെല്ലുമ്പോൾ ബാലന്മാർ വൃദ്ധരായിത്തീരുന്നു. ബാലനായ നിനക്ക് ദീർഘകാലത്തെ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അഷ്ടവക്രൻ മറുപടി പറഞ്ഞു, തല നരച്ചതുകൊണ്ട് മാത്രം ഒരാൾ വൃദ്ധനാവുകയില്ല. വയസ്സുകൊണ്ട് ബാലനാണെങ്കിലും വിജ്ഞാനമുള്ളവനെ ദേവന്മാർ വൃദ്ധനായി കണക്കാക്കുന്നു. മഹത്വത്തെ തീരുമാനിക്കുന്നത് വേദജ്ഞാനനാണെന്നോ? അങ്ങനെയൊക്കെ നോക്കിയാണ് ഞാൻ പണ്ഡിതന്മാരോട് വാദിക്കുവാനാണ് വന്നിരിക്കുന്നത്. ഞാൻ വാദത്തിൽ ജയിക്കുമോ തോൽക്കുമോ എന്ന് അവർ നേരിൽ കണ്ട് മനസ്സിലാക്കട്ടെ. നിങ്ങൾ ഈ വിവരം രാജാവിനെ അറിയിക്കുക. ദൃഢനിശ്ചയത്തോടെയും ആത്മവിശ്വാസത്തോടെയും കൂടിയുള്ള അഷ്ടവക്രന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഈ ബാലൻ സാമാന്യക്കാരനല്ലെന്ന് ദ്വാരപാലകന് തോന്നി. അയാൾ അഷ്ടവക്രനെയും ശ്വേതകേതുവിനെയും രാജാവിന്റെ മുന്നിൽ എത്തിച്ചു. അഷ്ടവക്രൻ ജനക മഹാരാജാവിനെ വണങ്ങിയിട്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് സാമ്രാട്ടാണ്. ഭവാൻ യജ്ഞകർമ്മങ്ങളിൽ മികച്ചു നിൽക്കുന്നു. ഞാനിപ്പോൾ വന്നത് വാദവിദഗ്ധനായ വന്ദിയോട് അദ്വൈത ബ്രഹ്മത്തെപ്പറ്റി ബ്രാഹ്മണ സമക്ഷം വാദിക്കുവാനാണ്. വന്ദി എവിടെയാണ്? നക്ഷത്രത്തെ ആദിത്യനെന്ന പോലെ വന്ദിയെ ഞാൻ നിസ്തേജനാക്കും. രാജാവ് മറുപടി പറഞ്ഞു, വന്ദിയുടെ വൈദഗ്ധ്യത്തെപ്പറ്റി അറിയാതെയാണ് നീ ഇപ്രകാരം പറയുന്നത്. മുമ്പ് അയാളോട് എതിർത്ത ബ്രാഹ്മണരൊക്കെ അയാളോട് തോറ്റു തുന്നം പാടിയത് നീ അറിയുന്നില്ലേ? വിജ്ഞാനം മത്തന്മാർ പോലും വന്ദിയുടെ മുന്നിലെത്തുമ്പോൾ മിണ്ടാൻ പോലും ശക്തരാകാതെ നശിച്ചു പോയത് ഓർക്കുമ്പോൾ നിന്റെ ഈ പുറപ്പാടിനെപ്പറ്റി ഞാൻ എന്താണ് പറയേണ്ടത്? അഷ്ടവക്രൻ ഇത് കേട്ടിട്ട് പറഞ്ഞു, എന്നെ പോലെയുള്ളവനോട് അവൻ വാദിച്ചു കാണുകയില്ല. അതുകൊണ്ടാണ് അവൻ ജയിച്ചത്. എന്നോട് എതിർത്താൽ അവൻ തകർന്ന് തരിപ്പണമാകുന്നത് ഞാൻ കാണിച്ചു തരാം. അഷ്ടവക്രന്റെ സാമർഥ്യം കണ്ടപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിച്ചവനെ പരീക്ഷിക്കുവാൻ രാജാവ് തീരുമാനിച്ചു. രാജാവ് ചോദിച്ച ചോദ്യം തന്നെ വാക്കുകളെ കൊണ്ടുള്ള ഒരു കുടുക്കായിരുന്നു. സാധാരണക്കാർക്ക് ചോദ്യം മനസ്സിലാകുവാൻ പോലും കഴിയുമായിരുന്നില്ല. രാജാവ് ചോദിച്ചു, 30 ഭാഗങ്ങളും 12 അംശങ്ങളും 24 പർവ്വങ്ങളും 310 അരങ്ങളുമുള്ള വസ്തുവിന്റെ അർത്ഥമറിയുന്നവനെ മാത്രമേ ജ്ഞാനമുള്ളവനായി കണക്കാക്കാവൂ. എന്താണത്? കാലം ചലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്നാണ് ഈ ചോദ്യത്തിന്റെ ചുരുക്കം. അഷ്ടവക്രൻ ചോദ്യം ശരിക്കും മനസ്സിലാക്കി. രാജാവ് ചോദിച്ച ഭാഷയിൽ മറുപടി പറഞ്ഞു. അഷ്ടവക്രൻ ഇങ്ങനെ പറഞ്ഞു, 24 പർവ്വങ്ങളും 6 നാഭികളും 12 പരിധിയും 360 അരങ്ങളുമുള്ള അനന്തം കറങ്ങുന്ന ആ ചക്രം അങ്ങയെ രക്ഷിക്കട്ടെ. ഈ ചക്രം കാലമാണ്. കാലോചിതമായ കർമ്മത്തിൽ രാജാവിന് സ്വസ്തുതി ഉണ്ടാകട്ടെ എന്നാണ് ഇവൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കേട്ടപ്പോൾ തന്നെ രാജാവ് തീരുമാനിച്ചു, തൻ്റെ മുന്നിൽ നിൽക്കുന്ന ബാലൻ സാമാന്യനല്ലെന്ന്. എങ്കിലും അദ്ദേഹം ഒന്നും ഭാവിക്കാതെ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു. രാജാവ് ചോദിച്ചു, തേരിൽ പൂട്ടിയ 2 പെൺകുതിരകളെ പോലെ ഒന്നിച്ച് സഞ്ചരിക്കുന്നതും പരുത്തിനെ പോലെ വേഗത്തിൽ പോകുന്നതും ഇവ രണ്ടും ഏത് ദേവനിൽ സ്ഥിതി ചെയ്യുന്നു? അവ എന്തിന് ജന്മം കൊടുക്കുന്നു? അഷ്ടവക്രൻ മറുപടി പറഞ്ഞു, ഇവ രണ്ടും ഇടിയും മിന്നലുമാണ്. ഇവകൾ അങ്ങയുടെ മാത്രമല്ല അങ്ങയുടെ ശത്രുക്കളുടെ ഗൃഹത്തിലും വന്നുകൂടാതിരിക്കട്ടെ. കാറ്റ് വൻ മേഘമാണ്. അവൻ ഇവ രണ്ടിനെയും സൃഷ്ടിക്കുന്നു. അവനെ ഇവ രണ്ടും സൃഷ്ടിക്കുന്നു. അഷ്ടവക്രൻ അസാമാന്യനാണെന്ന് രാജാവിന് ബോധ്യമായി. എങ്കിലും അദ്ദേഹം പിന്നെയും ചില ചോദ്യങ്ങൾ കൂടി ചോദിച്ചു. ചോദ്യം ഇതായിരുന്നു, കണ്ണടയ്ക്കാതെ ഉറങ്ങുന്നത് ഏത് ജീവിയാണ്? ഉത്തരം മത്സ്യം. വീണ്ടും ചോദ്യം, ജനിച്ചതിന് ശേഷം ഇളക്കമില്ലാത്തത് എന്തിനാണ്? ഉത്തരം മുട്ട. വീണ്ടും ചോദ്യം, ഹൃദയമില്ലാത്ത വസ്തു ഏതാണ്? ഉത്തരം കല്ല്. വീണ്ടും ചോദ്യം, സ്വന്തം വേഗം കൊണ്ട് എന്താണ് വർദ്ധിക്കുന്നത്? ഉത്തരം നന്ദി. രാജാവിന് തൃപ്തിയായി. ബാലൻ ജ്ഞാനിയാണ്. പണ്ഡിതരുമായി വാദപ്രതിവാദം നടത്തുന്നതിന് കഴിവുള്ളവനാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ പരീക്ഷിക്കുവാനാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. പരീക്ഷയിൽ നീ വിജയിച്ചിരിക്കുന്നു. നീ കേവലം ബാലനല്ല, വൃദ്ധൻ തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. വാഗ്മിത്വത്തിൽ നീ അതുല്യനാണ്. നിന്നെ യാഗവേദിയിൽ പ്രവേശിക്കുന്നതിന് ഞാൻ അനുവദിക്കുന്നു. ഇതുവഴി പോകുക. രാജാവ് വഴി കാട്ടിക്കൊടുത്തു. അഷ്ടവക്രൻ യാഗസദസ്സിലെത്തി. അവൻ തൻ്റെ അച്ഛനെ തോൽപ്പിച്ച വന്ദിയെ തിരഞ്ഞുപിടിച്ചു. അയാളോട് പറഞ്ഞു, തന്നെത്താൻ വാഗ്മിയാണെന്ന് അഭിമാനിക്കുന്ന നിന്നോട് ഏറ്റുമുട്ടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വന്ദി ഇത് കേട്ട് പുച്ഛത്തോടെ അഷ്ടവക്രനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു,
ഉറങ്ങിക്കിടക്കുന്ന വ്രാക്രത്തെ ഉണർത്തരുതെന്ന് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തരുന്നു. ദുർബലൻ ചെന്ന് പർവ്വതത്തെ അടിച്ചാൽ അവന്റെ കൈയല്ലാതെ മലയാണോ തകരുക? രാജാവിന്റെ നിർദ്ദേശപ്രകാരം അവർ വാദം ആരംഭിച്ചു. ഏറ്റവും ഗഹനമായിരുന്നു അവരുടെ വാദപ്രതിവാദം. അതെല്ലാവരെയും ആശ്ചര്യപ്പെടുത്തി. ബാലനായ അഷ്ടവക്രനിൽ നിന്നു വരുന്ന വാദമുഖങ്ങളും വന്ദിയുടെ വാദമുഖങ്ങളെ ഖണ്ഡിച്ച് അവയ്ക്ക് കൊടുത്ത മറുപടിയും ആരും പ്രതീക്ഷിക്കാത്ത വണ്ണമായിരുന്നു. അധികമൊന്നും സമയം വേണ്ടി വന്നില്ല. അഷ്ടവക്രനെ വന്ദിയെ തോൽപ്പിക്കുവാൻ പറ്റി. വന്ദി ഒന്നും പറയുവാനാകാതെ ലജ്ജിച്ച് തല താഴ്ത്തി മൗനിയായിരുന്നു. ജനങ്ങളുടെ ആഹ്ലാദം കരകവിഞ്ഞു. അവർ ബാലനെ മുക്തകണ്ഠം പ്രശംസിച്ചു. ബ്രാഹ്മണർ അവരെ ആദരവോടെ കൈകൂപ്പി തൊഴുതു. അഷ്ടവക്രൻ പറഞ്ഞു, ഇവൻ മുമ്പ് അനവധി ബ്രാഹ്മണരെ വാദത്തിൽ തോൽപ്പിച്ച് വെള്ളത്തിൽ മുക്കി കൊന്നില്ലേ? ഇവനെയും അപ്രകാരം ചെയ്യണം. അതാണ് ധർമ്മം. വന്ദി പറഞ്ഞു, ഞാൻ വരുണരാജാവിൻ്റെ പുത്രനാണ്. എൻ്റെ അച്ഛൻ്റെ രാജധാനിയിൽ 12 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു യാഗം നടക്കുകയാണ്. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ദ്വിജശ്രേഷ്ഠന്മാരെ ജലത്തിൽ മുക്കി അങ്ങോട്ട് വിട്ടതാണ്. ഞാൻ അവരെ കൊന്നിട്ടില്ല. അവരെല്ലാം തിരികെ വരും. അഷ്ടവക്രൻ മഹാജ്ഞാനിയാണ്. ഞാൻ അവനെ ബഹുമാനിക്കുന്നു. അവൻ്റെ അച്ഛനെ ഉടനെ വരുത്താം. എല്ലാവരും കൂടി സമുദ്രക്കരയിലെത്തി. വന്ദി വെള്ളത്തിൽ മുങ്ങി. അധികം താമസിയാതെ കഹോടനോട് കൂടി പൊങ്ങി വന്നു. എല്ലാവരും അത്യധികം ആശ്ചര്യപ്പെട്ടു. അഷ്ടവക്രൻ അച്ഛനെ നമസ്കരിച്ചു. കഹോടൻ മകനെ ആശ്ലേഷിച്ചു. അവൻ്റെ മഹിമയെ വാഴ്ത്തിപ്പാടി. വന്ദിയെ ജയിച്ച അഷ്ടവക്രൻ അച്ഛനോടും മാതുലനായ ശ്വേതകേതുവിനോടും കൂടി ആശ്രമത്തിലെത്തി. മകൻ വിജയിയായി മരിച്ചുപോയതായി കരുതിയ അച്ഛനോടുകൂടി മടങ്ങി വന്നപ്പോൾ അമ്മയ്ക്കുണ്ടായ സന്തോഷം നിസ്സീമമായിരുന്നു. കഹോടൻ നിർദ്ദേശിച്ചതനുസരിച്ച് സമീപത്തുണ്ടായിരുന്ന മധുബലി എന്ന നദിയിൽ അഷ്ടവക്രൻ ഇറങ്ങി മുങ്ങി. അവിടുന്ന് പൊങ്ങിയപ്പോൾ അവൻ്റെ 8 വളവുകളും പോയിരുന്നു. അവൻ തേജസ്വിയും കോമളനുമായ ബാലനായി കാണപ്പെട്ടു. അംഗങ്ങളെ സമമാക്കി തീർത്തതുകൊണ്ട് ആ നദിക്ക് സമാങ്ക എന്ന് പേർ സിദ്ധിച്ചു. ഈ നദിയിൽ സ്നാനം ചെയ്താൽ പാപങ്ങൾ നശിച്ചു പോകും. ഹേ യുധിഷ്ഠിര, നീ ഭ്രാതുഭാര്യ സമേതനായി ഇതിൽ സ്നാനം ചെയ്ത് സർവ്വപാപങ്ങളും ഹരിച്ചാലും. ഇപ്രകാരം അഷ്ടവക്രന്റെ കഥ ലോമേശ മഹർഷി പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ എല്ലാവരും ആ നദിയിൽ സ്നാനം ചെയ്ത ശേഷം കുറച്ചു നാളുകൾ സന്തോഷത്തോടെ അവിടെ വസിച്ചു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. പാണ്ഡവന്മാർ സമഗന്ധ തീരത്ത് നിന്ന് തിരിച്ച് മൈനാക പർവ്വതത്തിന്റെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിനശന തീർത്ഥം, ഋഷിമാർക്ക് പ്രിയപ്പെട്ട കനകല പാർവതി രത്നികൾ തുടങ്ങിയവ സന്ദർശിച്ചു. പിന്നീട് ഹിമാലയത്തിലുള്ള പല പർവ്വതങ്ങളും നദികളും തരണം ചെയ്തു. ചിലയിടങ്ങളിൽ എപ്പോഴും കൊടുങ്കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ എപ്പോഴും മഴ പെയ്തുകൊണ്ടേയിരുന്നു. മറ്റ് ചിലയിടങ്ങളിൽ ജീവികളൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റ് ചിലപ്പോൾ ഏതോ ഒരു ശബ്ദം മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഇതിനിടയിലായി കാട്ടുജന്തുക്കളും രാക്ഷസന്മാരുടെ ഘോരമായ വനപ്രദേശവും ഉണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ വളരെയേറെ ദൂരം സ്ഥലം ചെങ്കുത്തായിട്ടാണ് കിടന്നിരുന്നത്. എല്ലായിടത്തും മഞ്ഞും കൊടും തണുപ്പും ഉണ്ടായിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് എപ്പോഴും ചൂടുവെള്ളം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ചില നിർദ്ധരണികൾ കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. പ്രസ്തുത പർവ്വതങ്ങളും നദികളും അത്ഭുതകരങ്ങളായ പല ചരിത്രങ്ങളും സാക്ഷ്യം വഹിച്ചവയായിരുന്നു. ലോമേശ മഹർഷി അതേപ്പറ്റിയെല്ലാം യുധിഷ്ഠിരന് വിവരിച്ചു കൊടുത്തു. ക്രമേണ അവർ ഹിമാലയത്തിന്റെ വടക്കേ അതിർത്തിയിലുള്ള ഗന്ധമാദന പർവ്വതത്തിന്റെ താഴ്വരയിലെത്തി. ഇതുവരെ കടന്നുപോകുന്ന സ്ഥലങ്ങളിലേക്കാളും ദുർഗമമായ പ്രദേശമാണ് ഗന്ധമാദന പർവ്വതമെന്ന് ലോമേശൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. അസുരന്മാർ, യക്ഷന്മാർ, ഗന്ധർവന്മാർ എന്നിവരുടെ വിഹാരരംഗമാണ് ആ പർവ്വതം. എന്നാൽ അവിടെ കൂടെയല്ലാതെ നരനാരായണൻ ആശ്രമമായ ബദരി ആശ്രമത്തിലെത്തുവാൻ വഴിയില്ല. ബദരി ആശ്രമത്തിൽ പോകാതെ തീർത്ഥയാത്ര ചെയ്യുന്നതുകൊണ്ട് അർത്ഥമില്ല. അതിനാൽ എന്ത് ക്ലേശം സഹിച്ചും ഗന്ധമാദന പർവ്വതത്തിന്റെ താഴ്വരയിലെത്തി. വഴിയിൽ ഓരോ സ്ഥലത്തിന്റെയും പ്രാധാന്യത്തെയും മഹത്വത്തെയും പറ്റി ലോമേശൻ വിവരിച്ചു കൊടുത്തു. ആ പർവ്വതത്തിന്റെ ഒരു ഭാഗത്ത് മറ്റൊരു പർവ്വതം പോലെ കുന്നുകൂടി കിടക്കുന്ന അസ്ഥികൂപാരം കണ്ടു. അത് നരകാസുരന്റെ അസ്ഥികളായിരുന്നു. മഹാവിഷ്ണു ഇന്ദ്രന്റെ പ്രാർത്ഥന അനുസരിച്ച് നരകാസുരനെ കൊന്ന ചരിത്രം ലോമേശൻ എല്ലാവരോടും പറഞ്ഞു. മഹാവിഷ്ണുവിന്റെ വരാഹ അവതാരത്തെപ്പറ്റിയും ലോമേശൻ വിവരിക്കുകയുണ്ടായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യാത്രയുടെ കഷ്ടത കൊണ്ടും ആഹാര വിശ്രമാദികളുടെ കുറവ് കൊണ്ടും പാർശ്വതി ബോധരഹിതയായി. താഴെ വീഴുന്നതിന് മുമ്പ് തന്നെ നകുലൻ താങ്ങിപ്പിടിച്ചതുകൊണ്ട് അപകടമൊന്നും ഉണ്ടായില്ല. എല്ലാവരും സംഭ്രാന്തരായി. എങ്കിലും വേണ്ട പരിചരണം നൽകിയപ്പോൾ പാഞ്ചാലി മോഹാലസ്യത്തിൽ നിന്നുണർന്നു. അപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത്.
ബദരി ആശ്രമത്തിലെത്തുവാൻ പിന്നെയും വളരെ ദൂരം സഞ്ചരിക്കേണ്ടി വന്നു. ആലസ്യത്തിന് വിധേയയായ ദ്രൗപദിയെയും ക്ഷീണിതരായ യുധിഷ്ഠിരാദികളെയും എങ്ങനെയാണ് ഇനിയും യാത്ര തുടരുതെന്ന് ചിന്തിച്ച് വിഷണ്ണരായി. അപ്പോൾ ഭീമൻ ഒരാശയം തോന്നി. തനിക്ക് ഹിഡുംബിയിലുണ്ടായ പുത്രനായ ഘടോൽക്കജന്റെ സഹായം തേടുക. താൻ സ്മരിക്കുമ്പോൾ എത്തിക്കൊള്ളാമെന്ന് ഉറപ്പു തന്നിട്ടാണ് അവൻ തന്നെ വിട്ടുപോയതെന്ന് ഭീമൻ ഓർത്തു. ഭീമൻ പുത്രനെ സ്മരിച്ചു. ഘടോൽഗജൻ ഭീമന്റെ മുമ്പാകെ എത്തി വന്നിച്ചു നിന്നു. ഭീമനെ വെല്ലുന്ന ആകാരവും ശരീരശേഷിയും ഉണ്ടായിരുന്നു ഘടോൽഗജന്. പാർശ്വതിയെ ചുമലിലെടുത്തുകൊണ്ട് ഗന്ധമാദന പർവ്വതം കയറുവാൻ ഭീമൻ അവരോട് ആവശ്യപ്പെട്ടു. അവൻ തൻ്റെ കൂട്ടുകാരായവരും ചേർന്ന് പാണ്ഡവന്മാരെയും പാഞ്ചാലിയെയും അവരുടെ സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരെയും ചുമലിലേറ്റിക്കൊണ്ട് നിഷ്പ്രയാസം പർവ്വത ശിഖരത്തിലേക്ക് കയറി. ഇതെല്ലാവർക്കും ആശ്വാസമായി. കൂടുതൽ ക്ലേശങ്ങളൊന്നുമില്ലാതെ അവർ ബദരി ആശ്രമത്തിലെത്തി. ബദരി വൃക്ഷങ്ങളാൽ പ്രശോഭിതമാണ് ബദരി ആശ്രമം. അത് നരനാരായണ ആശ്രമമാണെന്ന് പ്രസിദ്ധമാണ്. പല വിധത്തിലുള്ള ഫലവൃക്ഷങ്ങൾ ഇടതൂർന്നു വളരുന്നു. പക്ഷികൾ കളകൂജനം പൊഴിക്കുന്നു. കടന്നൽ, കൊതുക് തുടങ്ങിയ ക്ഷുദ്രജീവികളൊന്നും അവിടെയില്ല. കുളിർമയുള്ള മന്ദമാരുതൻ സദാ വീശിക്കൊണ്ടേയിരിക്കുന്നു. ധാരാളം താപസർ അവിടെ വസിക്കുന്നു. വേദഘോഷം എപ്പോഴും മുഴങ്ങുന്നു. അവിടുത്തെ അന്തരീക്ഷം പരിശുദ്ധവും പാവനവുമാണ്. യുധിഷ്ഠിരനെയും സംഘത്തെയും അവിടെയുണ്ടായിരുന്ന മുനിമാർ സ്നേഹത്തോടും ബഹുമാനത്തോടും സ്വാഗതം ചെയ്തു. പാഞ്ചാലിയുടെയും പാണ്ഡവന്മാരുടെയും യാത്രാക്ഷീണമൊക്കെ മാറി. അവർ ആഹ്ലാദഭരിതരായി. അവിടുത്തെ ആനന്ദദയമാക്കിയ അന്തരീക്ഷത്തിൽ ജീവിത ക്ലേശങ്ങളൊക്കെ മറന്നു. മഹർഷിമാരുടെ സാമീപ്യം അവർക്ക് ദിവ്യാനുഭൂതി നൽകി. അവിടെ നിന്ന് ചുറ്റുമുള്ള മനോഹരവും മഹിമയേറിയതുമായ പല പർവ്വതങ്ങളുടെയും കൊടുമുടികളും അവർ കണ്ടു. അങ്ങനെ 6 ദിവസം സന്തുഷ്ടരായി അവർ അവിടെ കഴിഞ്ഞു. 7-ാമത്തെ ദിവസം ഭീമനും പാഞ്ചാലിയും കൂടി കാട്ടിൽ വിനോദാർത്ഥം ചുറ്റി സഞ്ചരിച്ചു. കുറച്ചു പോയി കഴിഞ്ഞപ്പോൾ ഒരു കാറ്റ് വീശി. അപ്പോൾ ദിവ്യമായ ഒരു സുഗന്ധം അവിടെയെല്ലാം പരന്നു. കാറ്റിന്റെ ശക്തി കൂടിയപ്പോൾ പരിമളവും കൂടിക്കൂടി വന്നു. അതുപോലെയുള്ള സുഗന്ധം ഇതിനു മുമ്പ് അവർ അനുഭവിച്ചിരുന്നില്ല. അത്രത്തോളം ഹൃദയമായിരുന്നു അത്. ഇത്രത്തോളം സുഗന്ധം നൽകുന്ന വസ്തു എന്താണെന്ന് അവർ ആശ്ചര്യത്തോടെ ആരാഞ്ഞു. അപ്പോൾ ദിവ്യഗോളം പോലെയുള്ള ഒരു വസ്തു കാറ്റിൽ പറന്നുവന്ന് അവരുടെ മുന്നിൽ വീണു. അതിന് വലിയ താമരപ്പൂവിനേക്കാളും വലിപ്പമുണ്ടായിരുന്നു. സ്വർണവർണ്ണമായ അതിൻ്റെ ഇതളുകളിൽ നിന്ന് ഒരു ശോഭ ഉതിർന്നിരുന്നു. ആ പുഷ്പം മിക്കവാറും വാടാതായിരുന്നുവെങ്കിലും അതിൻ്റെ സൗരഭ്യമാണ് തങ്ങൾ ആസ്വദിച്ചതെന്ന് ഭീമനും പാഞ്ചാലിക്കും മനസ്സിലായി. പാഞ്ചാലി ആ പുഷ്പം കയ്യിലെടുത്ത് താലോലിച്ചു. അവൾ വീണ്ടും വീണ്ടും അത് മണപ്പിച്ചു. ഹാ, എന്തൊരു മനം കവരുന്ന മണം! പ്രസിദ്ധമായ സൗഗന്ധിക പുഷ്പമായിരുന്നു അത്. വാടിയ പുഷ്പത്തിന് ഇത്രയും വാസനയുണ്ടെങ്കിൽ വാടാത്ത പുഷ്പത്തിന്റെ വാസന എത്രത്തോളം ആയിരിക്കുമെന്ന് ദ്രൗപദി ആലോചിച്ചു. അപ്രകാരമുള്ള 4-5 പുഷ്പങ്ങൾ കിട്ടിയാൽ കൊള്ളാമെന്ന് അവൾ ഭീമനോട് അപേക്ഷിച്ചു. കയ്യിൽ കിട്ടിയ പൂവ് കാണിക്കുവാനായി അവൾ യുധിഷ്ഠിരന്റെ അടുത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഭീമൻ സുഗന്ധവാഹിയായ കാറ്റിന്റെ ഗതി നോക്കി സൗഗന്ധിക പുഷ്പം തേടി നടന്നു തുടങ്ങി. അവൻ കുന്നുകളും മലകളും കയറിയിറങ്ങി. വൃക്ഷങ്ങൾ നിബന്ധമായി വളർന്നു നിന്നിരുന്ന പ്രദേശമായിരുന്നു അവിടം. പല വിധത്തിലുള്ള പുഷ്പങ്ങൾ വികസിച്ച് നിന്നിരുന്ന ലതകളും അവിടെ ഉണ്ടായിരുന്നു. ആ പുഷ്പങ്ങളുടെ സൗരഭ്യം അവൻ ആസ്വദിച്ചു. പക്ഷേ താൻ തേടിപ്പോകുന്ന പുഷ്പത്തിന്റെ ദിവ്യ സൗരഭ്യമായിരുന്നില്ല ആ പുഷ്പങ്ങൾക്ക്. അപ്പോഴും വിദൂരത്തിൽ നിന്ന് സൗഗന്ധിക പുഷ്പത്തിന്റെ സൗരഭ്യം മാരുതനിൽ കലർന്നവ കൊണ്ടേയിരുന്നു. ഭീമൻ മുന്നോട്ട് നടന്നു വന്നു. അവന്റെ കാൽവെപ്പിൽ ഭൂമി കുലുങ്ങി. ഗദാപ്രഹരമേറ്റ് വൃക്ഷങ്ങൾ മറഞ്ഞു വീണു. അട്ടഹാസം കേട്ട് വന്യമൃഗങ്ങൾ ഓടി ഒളിച്ചു. അങ്ങനെ പലതരത്തിലുള്ള പർവ്വതങ്ങൾ, മൈതാനങ്ങൾ, നദികൾ, ഉദ്യാനങ്ങൾ, പൊയ്കകൾ എന്നിവ പിന്നിട്ട് ഭീമൻ ലക്ഷ്യസ്ഥാനം ലാക്കാക്കി നടന്നു. മനുഷ്യർക്ക് പ്രാപ്യങ്ങളല്ലായ സ്ഥലമാണെങ്കിലും സാഹസികനായ ഭീമന് അതൊന്നും പ്രശ്നമല്ലായിരുന്നു. തൻ്റെ പ്രിയങ്കരിയായ പാഞ്ചാലിയുടെ ആഗ്രഹം നിറവേറ്റണം. എവിടെ നിന്നായാലും വേണ്ടില്ല, സൗഗന്ധിക പുഷ്പം സമ്പാദിക്കണം. ഇപ്രകാരമുള്ള ചിന്ത മാത്രമേ ഭീമൻ ഉണ്ടായിരുന്നുള്ളൂ. അവൻ നടന്നു നടന്ന് കദളീവനത്തിൻ്റെ പരിസരത്തെത്തി. നാനാതരത്തിലുള്ള വാഴകൾ കദളീവനത്തിൽ നിബിദ്ധമായി വളരുന്നു. പച്ച കദളിക്കുലകൾക്കിടയിലായിട്ട് പഴുത്ത കുലകളുമുണ്ട്. അത് കണ്ടാൽ സ്വർണ്ണമണികൾ പച്ചരത്നം കോർത്തതുപോലെയാണ് തോന്നുക. ഒരു മനുഷ്യനും ഇതുവരെ ഇവിടെ പ്രവേശിച്ചിട്ടില്ല. പക്ഷികൾ പോലും പഴുത്ത പഴം തിന്നുവാൻ അതിനുള്ളിൽ കടക്കാറില്ല. ആ കദളീവനത്തിൽ താമസിക്കുന്ന ആളിനോട് സകല ജീവികൾക്കും ഭയഭക്തി ബഹുമാനമാണുള്ളത്.
സാക്ഷാൽ ചിരഞ്ജീവിയായ ഹനുമാന്റെ ആവാസ സ്ഥാനമാണ് കദളീ വനം. ശ്രീരാമന്റെ അനുഗ്രഹവും വാങ്ങി അവിടെയിരുന്ന് തപസ് ചെയ്യുകയാണ് ആഞ്ജനേയൻ. ഭൂമി കുലുക്കിക്കൊണ്ട് കോലാഹലത്തോടുകൂടി കദളീ വനത്തിലേക്ക് നടന്നെടുക്കുന്ന ഭീമസേനന്റെ വരവ് നേരത്തെ മാരുതി മനസ്സിലാക്കി. വായുപുത്രനായ ഭീമസേനൻ തന്റെ സഹോദരനാണെന്ന് ചിരഞ്ജീവിക്കറിയാമായിരുന്നു. അവന്റെ അഹങ്കാരത്തെ ശമിപ്പിച്ച് അവനെ അനുഗ്രഹിച്ചയക്കണമെന്ന് ആഞ്ജനേയൻ തീരുമാനിച്ചു. ഹനുമാൻ പ്രായാധിക്യം കൊണ്ട് അവശനായ ഒരു വൃദ്ധ കുരങ്ങായി ഭീമസേനൻ പോകുന്ന മാർഗം തടഞ്ഞുകൊണ്ട് കുറുകെ കിടന്നു. ആർത്തട്ടഹസിച്ചു കൊണ്ടുവന്ന ഭീമസേനന് മാർഗതടസ്സമുണ്ടായപ്പോൾ അവൻ ഈർഷ്യയോടെ കുരങ്ങിനെ നോക്കി ഇടിവെട്ടുന്ന ശബ്ദത്തിൽ പറഞ്ഞു, എടാ മർക്കടമേ, നീ എൻ്റെ വഴിയിൽ നിന്ന് മാറിക്കിടക്ക്. ഹനുമാൻ ഇത് കേട്ടപ്പോൾ പരിഭ്രാന്തനായതായി നടിച്ചു. അവൻ ഭീമനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ, പ്രായാധിക്യം കൊണ്ട് ക്ഷീണിതനായി കിടന്നുറങ്ങുന്ന എന്നെ ഉണർത്തിയത് കഷ്ടമായി പോയി. ഞാൻ തിരക്ക് ജാതിയിൽപ്പെട്ട ഒരു മൃഗമല്ലേ? നീ വിവേകശാലിയായ മനുഷ്യനാണല്ലോ. എന്നാൽ ഒരു മൂടനെ പോലെയാണ് നിന്റെ സംസാരം. നീ ആരാണ്? ഇതുവഴി മനുഷ്യരാരും പോകാറില്ല. നീ എവിടേക്ക് പോകുന്നു? എന്താണ് നിന്റെ ഉദ്ദേശം? കിഴവൻ കുരങ്ങിന്റെ ചോദ്യങ്ങളൊന്നും ഭീമന് തീരെ രസിച്ചില്ല. ഈ കിഴവനായ കുരങ്ങിന് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തു വേണമെന്നായിരുന്നു ഭീമന് തോന്നിയത്. അവൻ ഗർവോടെ പറഞ്ഞു, ഞാൻ കൗരവനാണ്. ചന്ദ്രവംശത്തിൽ പിറന്നവനാണ്. വായുപുത്രനായ പാണ്ഡവനാണ്. ഭീമസേനൻ എന്നാണ് എൻ്റെ പേര്. ഓഹോ, നീ പ്രസിദ്ധനാണോ? ഞാൻ പാവപ്പെട്ട ഒരു കുരങ്ങനാണ്. എനിക്ക് എഴുന്നേൽക്കുവാൻ വയ്യ. നീ എന്നെ ചാടിക്കടന്ന് പോയിക്കൊള്ളൂ. ഹനുമാൻ അവശത ഭാവിച്ച് കൊണ്ടുപറഞ്ഞു. ഭീമൻ പറഞ്ഞു, എടാ കിഴട്ടു കുരങ്ങേ, പണ്ട് ഹനുമാൻ സമുദ്രം ചാടിക്കടന്നതുപോലെ ഈ പർവ്വതത്തെ തന്നെ ചാടിക്കടക്കുവാൻ കഴിവുള്ളവനാണ് ഞാൻ. പക്ഷേ എല്ലാ ദേഹത്തിലും നിറഞ്ഞിരിക്കുന്ന പരമാത്മാവ് ഒന്നാണ്. അത് നിന്നിലും സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയുള്ള പരമാത്മാവിനെ കവച്ചു കിടക്കുന്നത് ആത്മനിന്ദ ആയതുകൊണ്ട് ഞാൻ അതിന് ഒരുമ്പെടുന്നില്ല. മാരുതി പറഞ്ഞു, ഹനുമാൻ എന്ന് നീ പറഞ്ഞത് ആരാണ്? അവൻ എന്തിനാണ് കടൽ ചാടിക്കടന്നത്? ഭീമൻ അഭിമാനപൂർവം പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠനാണ് ഹനുമാൻ. അവൻ അതിവിഖ്യാതനായ വാനരശ്രേഷ്ഠനാണ്. ശ്രീരാമ പത്നിയെ തേടിപ്പോയ അവൻ ഒറ്റച്ചാട്ടം കൊണ്ട് 100 യോജന വിസ്തൃതിയുള്ള സമുദ്രമാണ് ചാടിക്കടന്നത്. ഞാനും ജ്യേഷ്ഠനെ പോലെ ബലവാനും പരാക്രമവും ഉള്ളവനാണ്. ശരി, എനിക്ക് നിന്നോട് സംസാരിച്ചു നിന്ന് സമയം കളയാനില്ല. വഴിയിൽ നിന്ന് എഴുന്നേറ്റ് മാറ്, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. ഹനുമാന്റെ അനുജനാണ് താനെന്ന് അഭിമാനത്തോടെ ഭീമൻ പറയുന്നത് കേട്ട മാരുതി ഉള്ളതുകൊണ്ട് ചിരിച്ചു. എന്നാൽ ഭീമന്റെ താക്കീത് കേട്ട് ഭയപ്പെട്ട നിലയിൽ ഭീമനോട് പറഞ്ഞു, അയ്യോ, എന്നെ കൊല്ലരുതേ. എനിക്ക് എഴുന്നേൽക്കുവാൻ തീരെ ശക്തിയില്ല. എൻ്റെ വാലെടുത്ത് മാറ്റിവെച്ചിട്ട് നീ അതുവഴി പോയിക്കൊള്ളുക. ഭീമസേനൻ അവജ്ഞയോടെ തൻ്റെ ഗദ കൊണ്ട് ഹനുമാന്റെ വാല് തള്ളി നീക്കുവാൻ ശ്രമിച്ചു. അപ്പോൾ ഗദ വാലിനിടയിൽ അകപ്പെട്ടും അത് ഊരിയെടുക്കുവാൻ എത്ര ശ്രമിച്ചിട്ടും കഴിഞ്ഞതുമില്ല. ഇതെന്തൊരത്ഭുതം! മഹാശക്തനായ എൻ്റെ ഗദ ഒരു വൃദ്ധ വാനരന്റെ വാലിൽ ശക്തിക്ക് കീഴിൽ അമരുകയോ? നിശ്ചയമായും ഇതൊരു സാധാരണ വാനരനല്ല, അമാനുഷിക ശക്തിയുള്ള ആരോ ആണ്. ഭീമസേനൻ ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ലജ്ജയോടും ആദരവോടും കൂടി ഹനുമാനെ നമസ്കരിച്ചിട്ട് ചോദിച്ചു, വാനര ശ്രേഷ്ഠ, എൻ്റെ വാക്കുകൾ പൊറുക്കുക. അങ്ങ് ആരാണെന്നുള്ള സത്യം എന്നോട് പറഞ്ഞാലും. ഹനുമാൻ പറഞ്ഞു, എടാ ഭീമ, നിന്റെ സഹോദരനായ ഹനുമാൻ ഞാൻ തന്നെയാണ്. ഭീമൻ ആനന്ദപരവശനായി. അവൻ കോൾമേർ കൊണ്ടു നമ്രശിരസ്കനായി അഞ്ജലിലബ്ധനായി ആഞ്ജനേയന്റെ മുന്നിൽ നിന്നു. പിന്നീട് കുബേരന്റെ പൊയ്കയിലുള്ള കല്യാണ സൗഗന്ധികം ഭീമൻ തേടിപ്പോയി. ബദരി ആശ്രമത്തിൽ കുറച്ചു ദിവസം സ്വച്ഛമായും സന്തോഷമായും താമസിച്ച ശേഷം യുധിഷ്ഠിരനും സംഘവും കൈലാസ സന്ദർശനത്തിന് പുറപ്പെട്ടു. അവരുടെ യാത്ര വളരെ ദുഷ്കരമായിരുന്നു. വൃക്ഷങ്ങൾ ഇടതൂർന്ന് വളർന്നിരുന്ന ഘോരമായ വനങ്ങൾ, കുത്തനെ ഒഴുകുന്ന നദികൾ, ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഗിരിശൃംഗങ്ങൾ എന്നിവയെല്ലാം താണ്ടി അവർ 14 ദിവസം യാത്ര ചെയ്താണ് കൈലാസത്തിന്റെ സാനുപ്രദേശങ്ങളിൽ എത്തിയത്. മൈനാകം, ഗന്ധമാദനം തുടങ്ങിയ പ്രസിദ്ധങ്ങളായ പർവ്വതങ്ങൾ അവിടെ നിന്ന് നോക്കിയാൽ കാണാമായിരുന്നു. അവർ ഏതാനും ദിവസം അവിടെ വിശ്രമിച്ചു. അതിനിടയ്ക്ക് വൃഷപർവാവിൻ്റെയും ആർട്ടിഷേണ മഹർഷിയുടെയും ആശ്രമങ്ങൾ സന്ദർശിച്ചു. ഗന്ധമാദന പർവ്വതത്തിന്റെ പല ദിവ്യാനുഭൂതികളും അവർ അനുഭവിച്ചറിഞ്ഞു. അവിടെ രാത്രിയിൽ പ്രകാശിക്കുന്ന ഔഷധ ചെടികളുണ്ടായിരുന്നു. വിജന സ്ഥലത്തു നിന്നുയരുന്ന ദിവ്യമായ ശബ്ദം അവർക്ക് കേൾക്കുവാൻ കഴിഞ്ഞിരുന്നു. അവിടെ വസിച്ചിരുന്ന അനേകം സിദ്ധന്മാരെയും അവർ ദർശിച്ചു. അർജുനൻ സഹോദരന്മാരെയെല്ലാം പാഞ്ചാലിയെയും പിരിഞ്ഞുപോയിട്ട് വർഷം 5 കഴിഞ്ഞിരുന്നു. എന്നും അവരെല്ലാം അർജുനനെ സ്മരിക്കും.
അവന്റെ കരവീര്യം കൊണ്ടാണ് തങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കേണ്ടതെന്ന് അവർക്കറിയാമായിരുന്നു. അർജുനൻ ഇന്ദ്രന്റെ കൂടെ സസുഖം വസിക്കുന്നുവെന്നും ആയുധങ്ങൾ നേടിക്കൊണ്ട് അധികം താമസിയാതെ വരുമെന്നും നാരദനിൽ നിന്നും ലോമേശ മഹർഷിയിൽ നിന്നും അറിയുവാനിടയായപ്പോൾ അവർക്ക് കുറച്ച് സമാധാനമായി. ഗന്ധമാദന പർവ്വതത്തിൽ താമസിക്കുന്ന കാലത്ത് ഓരോരോ ദിവസവും അവർ അർജുനന്റെ വരവ് പ്രതീക്ഷിച്ച് കഴിഞ്ഞുകൂടി. അപ്രകാരമിരിക്കെ ഒരു ദിവസം അവർ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തുകൂടി സഞ്ചരിക്കുമ്പോൾ പ്രകാശമാനമായ സൂര്യബിംബം താഴേക്ക് വരുന്നുവോ എന്ന് തോന്നുമാറ് ഒരു തേജോ ഗോളം താഴോട്ട് ഇറങ്ങി വരുന്നത് കണ്ടു. എല്ലാവരും ജിജ്ഞാസയോടെ അത് തന്നെ നോക്കി നിന്നു. കുറച്ച് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതൊരു രഥമാണെന്ന് അവർക്ക് മനസ്സിലായി. ആ രഥം യുധിഷ്ഠിരനും മറ്റും നിന്നിരുന്നതിന്റെ സമീപത്ത് വന്നിറങ്ങി. ഇന്ദ്രലോകത്തിൽ നിന്ന് അർജുനനെയും കൊണ്ടുവന്ന ദേവേന്ദ്രന്റെ തേരായിരുന്നു അത്. മാതലിയാണ് അത് നയിച്ചിരുന്നത്. തേരിലിരിക്കുന്നത് അർജുനനാണെന്ന് മനസ്സിലായപ്പോൾ യുധിഷ്ഠിരനും മറ്റുള്ളവരും നിസ്സീമമായി സന്തോഷിച്ചു. അതുവരെയുള്ള അവരുടെ ക്ലേശങ്ങളെല്ലാം അവർ മറന്നു. തങ്ങൾ കാട്ടിലാണെന്നുള്ള കാര്യം തന്നെ അവർ വിസ്മരിച്ചു. തേരിൽ നിന്നിറങ്ങിയ അർജുനൻ ആദ്യം പുരോഹിതനായ ധൗമ്യനെയും പിന്നീട് ജ്യേഷ്ഠന്മാരെയും നമസ്കരിച്ചു. മാതരീപുത്രന്മാരുടെ തോളിൽ തട്ടി തന്റെ വാത്സല്യം പ്രകടിപ്പിച്ചു. ഇതെല്ലാം കണ്ട പാഞ്ചാലി ആനന്ദസാഗരത്തിൽ ആറാടി. അവൾ കൺമുന കൊണ്ട് തന്റെ പ്രാണനാഥന്റെ നേർക്കയച്ച ബാണങ്ങൾ സവ്യസാചിയായ അർജുനന് തടുക്കുവാൻ കഴിഞ്ഞില്ല. അത് തന്റെ കടക്കണ്ണുകൊണ്ട് അവൻ ഏറ്റുവാങ്ങി അവളെ സന്തോഷിപ്പിച്ചു. കുറച്ചു നേരത്തേക്ക് ആർക്കുമൊന്നും സംസാരിക്കുവാൻ കഴിഞ്ഞില്ല. എല്ലാവരുടെയും സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുകയായിരുന്നു. മാതലിയെ സൽക്കരിച്ച് യാത്രയാക്കിയതിനു ശേഷം എല്ലാവരും ആശ്രമത്തിലെത്തി. കാമിക വനത്തിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷമുള്ള എല്ലാ വൃത്താന്തങ്ങളും അർജുനൻ എല്ലാവരെയും വിവരിച്ചു. ബൽഗുണൻ നടത്തിയ തപസ്സും പരമേശ്വരനുമായി ഉണ്ടായ ഏറ്റുമുട്ടലും പാശുപതാസ്ത്ര ലബ്ധിയും മറ്റും ശ്വാസം അടക്കിപ്പിടിച്ച് ആകാംക്ഷഭരിതരായിട്ടാണ് എല്ലാവരും കേട്ടുകൊണ്ടിരുന്നത്. ഇന്ദ്രൻ അർജുനനെ ദേവലോകത്തേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയതും അദ്ദേഹത്തോടൊപ്പം ഇരുത്തി ബഹുമാനിച്ചതും ദേവലോകത്തിൽ അർജുനന് ലഭിച്ച സ്വീകരണവും മറ്റും അഭിമാനത്തോടും ആമോദത്തോടും കൂടി എല്ലാവരും കേട്ടു. നിവാത കവചകാലകേയന്മാരെ ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ ഏറ്റുമുട്ടി വകവരുത്തിയ കഥ പറഞ്ഞപ്പോൾ വിജയന്റെ വീരപരാക്രമങ്ങളുടെ യഥാർത്ഥ രൂപം എല്ലാവർക്കും മനസ്സിലായി. ധനഞ്ജയന് ലഭിച്ച അനവധി വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ എല്ലാവരും കൗതുകത്തോടെ കണ്ടു. അർജുനൻ അതെല്ലാം തന്റെ പ്രാണപ്രയേസിക്ക് കാഴ്ചവെച്ചപ്പോൾ പാഞ്ചാലി അഭിമാനത്തോടെ അത് സ്വീകരിച്ചിട്ട് പ്രേമപൂർവമായ കടാക്ഷത്തിൽ തന്റെ നന്ദി പ്രകടിപ്പിച്ചു. അർജുനൻ നേടിക്കൊണ്ടുവന്നിരുന്ന ശക്തിയേറിയ ആയുധങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങളും അവൻ സഹോദരന്മാരോട് പറഞ്ഞു. പരമശിവൻ, ഇന്ദ്രൻ, ലോകപാലകന്മാരായ ദേവന്മാരും നൽകിയ ആയുധങ്ങൾ കൊണ്ട് ആരെയും ജയിക്കുവാൻ കഴിയുമെന്ന് പാർത്ഥൻ പ്രസ്താവിച്ചപ്പോൾ യുധിഷ്ഠിരാദികൾ ചരിതാർത്ഥരായി. കൗരവരെ തോൽപ്പിച്ച് തങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കുകയും തങ്ങളുടെ പ്രാണപ്രയേസിയെ അപമാനിച്ചവരോട് പകരം വീട്ടുകയും ചെയ്യണമെന്നുള്ള ആത്മവിശ്വാസം കൊണ്ട് അവർ സമാശ്വസിച്ചു. ആയുധങ്ങൾ കാണുന്നതിന് എല്ലാവർക്കും അത്യധികം താല്പര്യമുണ്ടായിരുന്നു. അടുത്ത ദിവസം തന്നെ ആയുധങ്ങളെല്ലാം എടുത്ത് അതിൻ്റെ പ്രയോഗം പ്രദർശിപ്പിച്ച് കാണിക്കാമെന്ന് അർജുനൻ പറഞ്ഞു. ആ രാത്രി എല്ലാവർക്കും ആനന്ദരാത്രിയായിരുന്നു. അടുത്ത ദിവസം ആയുധങ്ങൾ പ്രദർശിപ്പിക്കുവാൻ അർജുനൻ തയ്യാറായി. അതെല്ലാം പുറത്തെടുത്തു. ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ച് കാണിക്കുവാൻ സന്നദ്ധനായി. അപ്പോൾ ഭൂമി കുലുങ്ങി, വൃക്ഷങ്ങൾ ഉലഞ്ഞു, പുഴയൊക്കെ കലങ്ങി, കാറ്റ് നിശ്ചലമായി, സൂര്യൻ മങ്ങി, അഗ്നി ജ്വലിക്കാതെയായി. എല്ലാ ജീവജാലങ്ങളുടെയും ചലനം നിലച്ചു. ഇത് കണ്ട് സംഭ്രമിച്ച മുനികളും ദേവന്മാരും നാരദനെ അർജുനന്റെ സമീപത്തേക്ക് അയച്ചു. നാരദൻ പാർത്ഥനോട് പറഞ്ഞു, ഹേ അർജുന, ഈ ദിവ്യാസ്ത്രങ്ങളൊന്നും പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി പ്രയോഗിക്കരുത്. ലക്ഷ്യമില്ലാതെ പ്രയോഗിച്ചാൽ അത് വലിയ ദോഷങ്ങൾ വരുത്തിക്കൂട്ടും. ശത്രുക്കളുടെ നേരെ പ്രയോഗിക്കുമ്പോൾ എല്ലാവർക്കും കാണാം. അതുവരെ ഇത് പ്രത്യേകമായി സൂക്ഷിച്ചു വെച്ചുകൊള്ളുക. ആയുധങ്ങൾ പ്രയോഗിച്ച് കാണിക്കുന്നതിൽ നിന്ന് അർജുനനെ വിരമിപ്പിച്ച ശേഷം നാരദൻ തിരിച്ചുപോയി. അർജുനൻ തങ്ങളുടെ കൂടെ ചേർന്നു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരന്റെയും മറ്റും ആത്മവിശ്വാസം വർദ്ധിച്ചു. അടുത്ത 4 വർഷം അവരെല്ലാം ആ പ്രദേശത്ത് തന്നെ താമസിച്ചു. അങ്ങനെ കാലങ്ങൾ വീണ്ടും കഴിഞ്ഞുപോയി. ഗന്ധമാദന പർവ്വതത്തിലെ താമസം മതിയാക്കി ബദരി ആശ്രമത്തിലേക്ക് മടങ്ങുവാൻ പാണ്ഡവന്മാർ തീരുമാനിച്ചു. മടങ്ങുന്നതുവഴി രാജഹർഷിയായ വൃഷപർവാവിന്റെ ആതിഥ്യം സ്വീകരിച്ച് ഏതാനും ദിവസം താമസിച്ച ശേഷം പാണ്ഡവന്മാർ ബദരി ആശ്രമത്തിലെത്തി. അവിടെ കുറച്ചു നാളുകൾ തങ്ങിയിട്ട് അവർ യമുന പർവ്വതത്തിൽ എത്തിച്ചേർന്നു. യമുന പർവ്വതം മനോഹരമായൊരു പ്രദേശമായിരുന്നു. ഹിമാലയത്തിന്റെ പ്രാന്തപ്രദേശത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ദേവദാരു വൃക്ഷങ്ങളും ചന്ദന മരങ്ങളും ആ പ്രദേശത്ത് ഇടതൂർന്ന് നിബിഡമായി വളർന്നിരുന്നു.
സുഗന്ധവാഹിയായ പുഷ്പങ്ങളോടുകൂടിയ ലതകൾ വൃക്ഷങ്ങളിൽ പടർന്നു കിടന്നിരുന്നു. പൂക്കളിൽ നിന്ന് തേനുണ്ണാനായി മധുപന്മാർ മൂളിപ്പാട്ടും പാടി പറന്നു നടന്നുകൊണ്ടേയിരുന്നു. പക്ഷികളുടെ കളകൂജനം കാതുകൾക്ക് ഇമ്പം നൽകുന്നതായിരുന്നു. ഇതോടൊപ്പം പൂഞ്ചോലകളുടെ കളകളാരവം കൂടി ചേർന്നപ്പോൾ ആ വനപ്രദേശം സംഗീത സാന്ദ്രമായി. അവിടെ മനോഹരമായ മയിലുകൾ പീലി വിടർത്തി നൃത്തം ചെയ്തിരുന്നു. സിംഹം, കാട്ടുപോത്ത്, മാൻ തുടങ്ങിയ മൃഗങ്ങൾ സമൃദ്ധമായിട്ടുണ്ടായിരുന്നു. ആ വനം നായാട്ടിന് ഏറ്റവും അനുയോജ്യവുമായിരുന്നു. പാണ്ഡവന്മാർ 1 വർഷത്തോളം ഈ കാനന പ്രദേശത്ത് പാർത്തു. അതിനിടയിൽ ശക്തിമാനായ ഭീമസേനൻ ഒറ്റയ്ക്ക് നായാട്ടിന് പോയി. ഭൂമി കുലക്കത്തക്കവണ്ണമുള്ള അവന്റെ നടത്തവും വഴിയിൽ കണ്ട വൃക്ഷങ്ങൾ തച്ചൊടിക്കുന്ന ശബ്ദവും കേട്ട് മൃഗങ്ങൾ ഓടിയകന്നു. ഇപ്രകാരം കോലാഹലത്തോടെ സഞ്ചരിച്ച ഭീമൻ ഒരു ഗുഹ കണ്ടു. അതിനുള്ളിൽ മൃഗങ്ങൾ ഒളിച്ചിട്ടുണ്ടാവുമെന്ന് കരുതി അവൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കുവാൻ ഒരുമ്പിട്ടു. ആ ഗുഹയിൽ ഒരു പെരുമ്പാമ്പുണ്ടായിരുന്നു. അതിൻ്റെ ശരീരം പർവ്വതം പോലെ വലുതായിരുന്നു. ശരീരത്തിൽ മുഴുവൻ വിചിത്ര വർണ്ണങ്ങളിലുള്ള പുള്ളികളും വരകളും നിറഞ്ഞിരുന്നു. അതിന് മഞ്ഞളിൻ്റെ നിറമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കണ്ണ് അസാധാരണമായ വലിപ്പമുള്ളതും അഗ്നി പോലെ ജ്വലിക്കുന്നതുമായിരുന്നു. ഒരു വലിയ ഗുഹ പോലെ തന്നെയായിരുന്നു അത്. അതിൻ്റെ വായിൽ നിന്ന് 4 ദംഷ്ട്രങ്ങൾ പുറത്തേക്ക് തള്ളി നിന്നിരുന്നു. ഭീമനെ കണ്ടയുടനെ ആ പാമ്പ് ചീറിപ്പാഞ്ഞു വന്ന് ആദ്യം അവൻ്റെ കൈകളും പിന്നീട് ശരീരത്തിലും ചുറ്റി വരിഞ്ഞു. ഗത കൊണ്ടടിച്ചിട്ടും തൊഴിച്ചിട്ടും പാമ്പിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഭീമൻ ശ്രമിച്ചു. എന്നാൽ അടങ്ങുവാൻ വയ്യാത്തവണ്ണം പാമ്പ് ഭീമന്റെ ശരീരം ചുറ്റി വരിഞ്ഞ് അവനെ നിർവീര്യനാക്കി. എത്രയോ രാക്ഷസന്മാരെയും യക്ഷന്മാരെയും അസുരന്മാരെയും ഒക്കെ നിഷ്പ്രയാസം തോൽപ്പിക്കുകയും വധിക്കുകയും ചെയ്തിട്ടുള്ള തന്നെ ഒരു പെരുമ്പാമ്പ് അനങ്ങുവാൻ പോലും വയ്യാത്ത വിധത്തിൽ അശക്തനാക്കി കെട്ടിവരിഞ്ഞപ്പോൾ ഭീമൻ ആശ്ചര്യപരതന്ത്രനായി. ഇത് കേവലം സാധാരണമായ ഒരു പെരുമ്പാമ്പല്ലെന്ന് അവന് ബോധ്യമായി. എന്തിനാണ് തന്നെ ഇങ്ങനെ പിടിച്ചു കെട്ടി വരിഞ്ഞതെന്ന് ഭീമൻ ചോദിച്ചു. അടക്കുവാൻ വയ്യാത്ത വിശപ്പ് കൊണ്ട് തിന്നുവാൻ വേണ്ടി പിടിച്ചതാണെന്നതായിരുന്നു പാമ്പിന്റെ മറുപടി. താൻ പാണ്ഡവന്മാരിൽപ്പെട്ട ഭീമസേനനാണെന്നും തൻ്റെ മരണം കൊണ്ട് രാജ്യഭ്രഷ്ടരായി നടക്കുന്ന പാണ്ഡവന്മാർക്ക് അശരണരും നിരുത്സാഹരുമാകുമെന്നും പറ്റും പറഞ്ഞ് പന്നകത്തിൻ്റെ സഹതാപം നേടുവാൻ ഭീമൻ ശ്രമിച്ചു. എങ്കിലും അതൊന്നും പെരുമ്പാമ്പിൻ്റെ ചെവിയിൽ കയറിയതേയില്ല. വിശപ്പടക്കുന്നതിനായി ഈശ്വരൻ തൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന തൻ്റെ ഇരയാണ് ഭീമനെന്ന് പാമ്പ് പറഞ്ഞു. പാമ്പിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ആശ വെടിഞ്ഞപ്പോൾ ഭീമൻ സ്വയം പറഞ്ഞു, ഞാനിനി ഈ കാര്യവും ഓർത്ത് വിലപിക്കുന്നില്ല. ഇതെല്ലാം എൻ്റെ കർമ്മഫലമാണ്, ഈശ്വര നിശ്ചയമാണ്. പൗരുഷം കൊണ്ട് ഈശ്വരനെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. ഞാൻ വിധിയുടെ മുന്നിൽ മുട്ടുമടക്കുന്നു. ഈ അവസരത്തിൽ യുധിഷ്ഠിരൻ പല അശ്വഗുണങ്ങളും കണ്ടു. അദ്ദേഹത്തിൻ്റെ ഇടത് കണ്ണും തോളും തുടിച്ചു. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കി. ഭീമൻ പോയിട്ട് വളരെ നേരമായിട്ടും മടങ്ങിയെത്തിയിട്ടില്ല. അവൻ എന്ത് സംഭവിച്ചുവെന്ന് അദ്ദേഹത്തിന് പരിഭ്രമമായി. ദ്രൗപദിയെ കാത്തുകൊള്ളുവാൻ അർജുനനോട് നിർദ്ദേശിച്ചും ബ്രാഹ്മണരുടെ സംരക്ഷണ ചുമതല മാതൃസൂതന്മാരെ ഏൽപ്പിച്ചും യുധിഷ്ഠിരൻ ഏകനായ ഭീമനെ അന്വേഷിച്ച് പുറപ്പെട്ടു. അദ്ദേഹം വനത്തിലെത്തി. മരത്തിൻ്റെ ചില്ലുകൾ വഴിയിൽ തകർന്നു കിടക്കുകയായിരുന്നു. വൃക്ഷങ്ങളിൽ ശിഖരങ്ങൾ ഒടിഞ്ഞു തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ വൃക്ഷങ്ങൾ തന്നെ കടപുഴുകി വീണ് കിടക്കുന്നിരുന്നു. ഇതെല്ലാം ഭീമന്റെ പ്രവൃത്തി കൊണ്ട് തന്നെയാണെന്ന് ഊഹിച്ച അദ്ദേഹം അതിനെ അടയാളമാക്കി ലക്ഷ്യം വെച്ച് നടന്നു. അങ്ങനെ കുറച്ചു ദൂരം നടന്നപ്പോൾ പെരുമ്പാമ്പ് ചുറ്റി ചേഷ്ടയില്ലാതെ കിടന്നിരുന്ന ഭീമനെ യുധിഷ്ഠിരൻ കണ്ടെത്തി. അദ്ദേഹം ഇത് കണ്ട് സംഭീതനായി. തൻ്റെ അനുജനെ വിടണമെന്ന് പെരുമ്പാമ്പിനോട് അപേക്ഷിച്ചു. ഭീമനെ ആഹാരിക്കുവാൻ വേണ്ടി പിടിച്ചതാണെന്നും വിടുകയില്ലെന്നും ഭീമനെ തിന്നുകഴിഞ്ഞ് യുധിഷ്ഠിരനെയും തിന്നുമെന്നുമായിരുന്നു പെരുമ്പാമ്പ് ധർമ്മപുത്രരെ അറിയിച്ചത്. ഇത് കേട്ടപ്പോൾ ഭയം, പരിഭ്രമം, ആശ്ചര്യം, നിരാശ തുടങ്ങിയ വിവിധ വികാരങ്ങൾ യുധിഷ്ഠിരന്റെ മനസ്സിൽ അലതള്ളി. അദ്ദേഹം പെരുമ്പാമ്പിനോട് ചോദിച്ചു, അല്ലയോ പന്നകേന്ദ്ര, ഞാൻ യുധിഷ്ഠിരനാണ്. അങ്ങ് ആരാണെന്ന് സത്യം പറയൂ. പാമ്പ് പറഞ്ഞു, നീ എന്നെപ്പറ്റി കേട്ട് കാണും. ഞാൻ സൂര്യവംശജാതനായ നിന്റെ ഒരു പൂർവീകൻ കൂടിയാണ്. നഹുഷൻ എന്ന് പ്രസിദ്ധനായിരുന്ന രാജാവാണ് ഞാൻ. യജ്ഞം, തപസ്, അധ്യയനം, ധമം എന്നിവ കൊണ്ട് ഞാൻ 3 ലോകത്തിലും അതീശനായി വാണു. എനിക്ക് ഇന്ദ്രപ്പട്ടം പോലും ലഭിച്ചു. എന്നാൽ അതോടൊപ്പം ഞാൻ അഹങ്കാരിയായി. മുനിമാരെ കൊണ്ട് ഞാൻ എൻ്റെ പല്ലക്കെടുപ്പിച്ചു. മുനിമാരുടെ കൂട്ടത്തിൽ അഗസ്ത്യനുമുണ്ടായിരുന്നു. ഞാൻ ചാട്ടവാറുകൊണ്ട് അദ്ദേഹത്തെ അടിക്കുകയും ചവിട്ടുകയും ചെയ്തു. അങ്ങനെ അഗസ്ത്യശാപത്താൽ ഞാനൊരു പെരുമ്പാമ്പായി ഇവിടെ കിടക്കുകയാണ്. എൻ്റെ ചോദ്യങ്ങൾക്ക് ശരിയായ മറുപടി നീ പറയുകയാണെങ്കിൽ ഞാൻ ഭീമനെ വിട്ടയക്കാം. ചോദ്യങ്ങൾ കേട്ടാൽ മറുപടി പറയുവാൻ ശ്രമിക്കാമെന്നറിയിച്ച യുധിഷ്ഠിരനോട് പണ്ഡിതന്മാർക്കും ധർമ്മനിഷ്ഠന്മാർക്കും മാത്രം പറയുവാൻ കഴിയുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളും പെരുമ്പാമ്പ് ചോദിച്ചു. ധർമ്മപുത്രൻ അതിനെല്ലാം ഉചിതമായി മറുപടി നൽകി. പെരുമ്പാമ്പിന് തൃപ്തിയായി.
ഇത് കേട്ടു നിന്നിട്ട് മറുപടിയായി പെരുമ്പാമ്പ് പറഞ്ഞു, തുടരും.